ലോകത്തെ ഞെട്ടിച്ച എയർ ഇന്ത്യ അപകടത്തിനു ശേഷം ഇപ്പോഴത്തെ എയർക്രാഫ്റ്റ് എഞ്ചിനീയർമാർ അപകടത്തെ വെറുമൊരു ഗതകാല സംഭവമാക്കി മാറ്റാനുള്ള ശ്രമവുമായി എത്തുന്നു. വിമാനാപകടങ്ങൾ തടയുന്നതിനുള്ള പുതിയ മാർഗങ്ങളാണ് ഇവരുടെ പരിഗണനയിൽ ഉള്ളത്. വളരെ വിചിത്രമായി തോന്നാമെങ്കിലും ഇത് യാഥാർത്ഥ്യമായാൽ ഓരോ വർഷവും നൂറുകണക്കിന് ജീവനുകളായിരിക്കും ഇത് സംരക്ഷിക്കുക. പ്രൊജക്ട് റീബർത്ത് എന്ന് പേരിട്ടിരിക്കുന്ന ഈ പദ്ധതിയിൽ കാറുകളിൽ ഉപയോഗിക്കുന്നത് പോലുള്ള എയർ ബാഗുകൾ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അപകടം മുൻകൂട്ടി അറിയാൻ സെൻസറുകളും AI സോഫ്റ്റ്വെയറുകളും സഹായിക്കും. അതറിഞ്ഞാൽ ഉടൻ തന്നെ വിമാനത്തിന്റെ മുൻഭാഗത്തും നടുവിലും പുറകിലുമുള്ള എയർ ബാഗുകൾ പ്രവർത്തന സജ്ജമാകും. ഇവ ഒരു വലിയ സംരക്ഷണ വലയം വിമാനത്തിനു ചുറ്റും തീർക്കും. വിമാനം എത്ര വേഗത്തിലാണ് പോകുന്നതെങ്കിലും അപ്രതീക്ഷിതമായ ലാൻഡിങ്ങിൽ പൊട്ടിത്തെറിയോ മറ്റോ ഉണ്ടാകില്ല എന്ന് ഇത് ഉറപ്പുവരുത്തും. അതുകൊണ്ട് തന്നെ അപകടകരമായ ഒരു ലാൻഡിംഗ് ആണെങ്കിൽ കൂടി വലിയ തോതിലുള്ള നാശമുണ്ടാകാതെ ഇത് കാക്കും. മാത്രമല്ല യാത്രക്കാരുടെയും ജീവനക്കാരുടെയും സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യും. ലോകത്തെ തന്നെ മാറ്റിമറിക്കുന്ന കണ്ടുപിടുത്തങ്ങൾക്ക് നൽകാറുള്ള ജെയിംസ് ഡൈസൺ അവാർഡിൽ ഫൈനൽ തലത്തിലെത്തിയിരിക്കുകയാണ് പ്രൊജക്ട് റീബർത്ത്. ഇന്ത്യക്കാർക്ക് അഭിമാന നേട്ടമായി ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് സയൻസ് പിലാനിയുടെ ദുബായ് ക്യാമ്പസിൽ എഞ്ചിനീയർമാരായ ഈഷൽ വസീമും ദർശൻ ശ്രീനിവാസനുമാണ് ഇത് വികസിപ്പിക്കുന്നത്. ആദ്യത്തെ AI സാങ്കേതിക വിദ്യയോടുകൂടിയ അപകട പ്രതിരോധ സിസ്റ്റം എന്നാണ് ഇതിനെ ജെയിംസ് ഡൈസൺ അവാർഡ് വെബ്സൈറ്റിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അഹമ്മദാബാദിലെ അപകടത്തിന് ശേഷം തന്റെ അമ്മ ഉറങ്ങിയിട്ടില്ല എന്നാണ് എഞ്ചിനീയർമാരിൽ ഒരാൾ പറയുന്നത്. രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ലെന്നറിയുമ്പോൾ യാത്രക്കാർക്കുണ്ടായ അതേ വികാരമാണ് തന്റെ അമ്മ അനുഭവിക്കുന്നതെന്ന് അയാൾ പറയുന്നു. ഒരുതരം നിസ്സഹായ അവസ്ഥ വേട്ടയാടുന്നു. ഇതാണ് വിമാനാപകടം ഒഴിവാക്കാനുള്ള മാർഗത്തെക്കുറിച്ച് ആലോചിക്കാൻ തന്നെ പ്രേരിപ്പിച്ചതെന്നും ആ എഞ്ചിനീയർ പറയുന്നു. ഇത് സുഹൃത്തുമായി പങ്കുവയ്ക്കുകയായിരുന്നു. അങ്ങനെയാണ് മണിക്കൂറുകൾ നീണ്ടുനിന്ന ഗവേഷണവും രൂപകൽപ്പനയുമെല്ലാം ആരംഭിച്ചത്. വിമാനം പറക്കുന്ന ഉയരം, വേഗത, എഞ്ചിന്റെ അവസ്ഥ, ദിശ, അഗ്നിബാധ, പൈലറ്റിന്റെ പ്രതികരണം എന്നിവയൊക്കെ AI സിസ്റ്റം സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു അടിയന്തര ഘട്ടം വരുമ്പോൾ എത്രയും പെട്ടെന്ന് തികച്ചും അനുയോജ്യമായ രീതിയിൽ പ്രതികരിക്കാൻ അതിനാകും. അപകടം മണത്താൽ വെറും 2 സെക്കൻഡുകൾക്കുള്ളിൽ എയർ ബാഗുകൾ യഥാസ്ഥാനങ്ങളിൽ സംരക്ഷണമൊരുക്കി തയ്യാറാകും എന്നാണ് ഇതിന്റെ ശില്പികൾ അവകാശപ്പെടുന്നത്. ഇടിയുടെ ആഘാതം തടഞ്ഞ് ഇത് വിമാനത്തെയും യാത്രക്കാരെയും സംരക്ഷിക്കും. കൂടുതൽ പരീക്ഷണങ്ങൾക്കായി എയ്റോസ്പേസ് ലാബുകളെ സമീപിക്കാനാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അപകടം മുൻകൂട്ടി അറിയാൻ സെൻസറുകളും AI സോഫ്റ്റ്വെയറുകളും സഹായിക്കും. അതറിഞ്ഞാൽ ഉടൻ തന്നെ വിമാനത്തിന്റെ മുൻഭാഗത്തും നടുവിലും പിറകിലുമുള്ള എയർ ബാഗുകൾ പ്രവർത്തന സജ്ജമാകും. എന്തായാലും ഇവ ഒരു വലിയ സംരക്ഷണം തന്നെയായിരിക്കും വിമാനത്തിന് ചുറ്റും തീർക്കുക. വിമാനം എത്ര വേഗത്തിലാണ് പോകുന്നതെങ്കിലും പൊട്ടിത്തെറി സംഭവിക്കില്ല എന്നൊരു ആശ്വാസകരമായ വാർത്തയാണ് ഇതിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അപകടകരമായ ഒരു ലാൻഡിംഗ് ആണെങ്കിൽ കൂടി വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിക്കില്ല എന്ന് ഉറപ്പുവരുത്താനും ഈ ഒരു വിദ്യയിലൂടെ സാധിക്കും. യാത്രക്കാരുടെയും ജീവനക്കാരുടെയും സുരക്ഷ ഉറപ്പാക്കാനാണ് ഇത്തരത്തിൽ ഈ ഒരു സംരക്ഷണ കവചം ഒരുക്കുക.